241 സ്വകാര്യ ബസ്സുകളുടെ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ റദ്ദാക്കി KSRTCക്ക് നൽകിയ കോടതി വിധിയെ മറികടക്കാനാണ് കഴിഞ്ഞ UDF സർക്കാർ ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് എന്ന പേരിൽ പെർമിറ്റുകൾ അനുവദിച്ചത്. ഓർഡിനറി, ലിമിറ്റഡ് ഓർഡിനറി ആയതോടെ 140 കിലോമീറ്റർ ദൂരപരിധി എന്നത് ഇല്ലാതായി. സ്റ്റോപ്പുകളും കുറഞ്ഞു. മോട്ടോർ വാഹന നിയമത്തിന്റെ ചട്ടം ഭേദഗതി ചെയ്തായിരുന്നു ഈ അട്ടിമറി. ഇതോടെ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ നഷ്ടമായ സ്വകാര്യ ബസ്സുകൾ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകളുമായി KSRTCയേക്കാൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ യഥേഷ്ടം ഓടാൻ തുടങ്ങി. കോടതി വിധി പ്രകാരം റൂട്ടുകൾ ഏറ്റെടുത്തെങ്കിലും മുന്നിലും പിന്നിലും സ്വകാര്യ ബസ്സുകൾ ഓടുന്നതിനാൽ KSRTCക്ക് നഷ്ടമല്ലാതെ ഒരു ഗുണവുമുണ്ടായില്ല. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ഈ പെർമിറ്റുകൾ റദ്ദാക്കണമെന്ന് ഇടത് തൊഴിലാളി സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടെങ്കിലും നവംബറിൽ അവസാനിക്കേണ്ടിയിരുന്ന കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി 3 മാസം കൂടി നീട്ടി നൽകാനായിരുന്നു LDFലെ തീരുമാനം. ഈ കാലാവധിയും ഫെബ്രുവരി 7 അവസാനിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ KSRTC MD രാജമാണിക്യം മേൽ പെർമിറ്റുകൾ റദ്ദാക്കണമെന്ന് സർക്കാരിന് രേഖാമൂലം അപേക്ഷ നൽകി. ഈ ഘട്ടത്തിലാണ് പെർമിറ്റുകൾ നിലനിർത്താനുള്ള സമ്മർദ്ദ തന്ത്രവുമായി സ്വകാര്യ ബസ് ഉടമകൾ സമരം പ്രഖ്യാപിച്ചത്. പെർമിറ്റുകൾ റദ്ദാക്കില്ലെന്ന ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സമരത്തിൽ നിന്ന് പിന്മാറിയതും. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി പെർമിറ്റുകൾ റദ്ദാക്കിയാൽ ഈ റൂട്ടുകളിലെ KSRTCയുടെ വരുമാനം ഇരട്ടിയാകും. എന്നാൽ KSRTCയെ രക്ഷിക്കാനല്ല, സ്വകാര്യ ബസ് മുതലാളിമാരെ സഹായിക്കാനാണ് സർക്കാരിന് താൽപ്പര്യം. ജെ മുഹാജിർ, മീഡിയ 1, തിരുവനന്തപുരം.